السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കാണാം, ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ഹജ്റ ദബ്ബിൻ ലസലക്തുമൂഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെ നിങ്ങളും ചെയ്യുമെന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ലൗ സലകൂ ഹുജ്റ ദബ്ബിൻ, അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എങ്കിൽ ലസലക്തുമൂഹു, നിങ്ങളും അവരുടെ കൂടെ ആ ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് പ്രവേശിക്കുമെന്നും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ മുൻഗാമികളായ ആളുകൾ എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ ചെയ്തത്, അതേ രൂപത്തിൽ നിങ്ങളും ചെയ്യുമെന്ന്. എന്നിട്ട് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസാറ, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത നസ്രാണികളെയാണോ അങ്ങ് ഉദ്ദേശിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, പിന്നെ ആരെയാണ്? നമുക്കൊക്കെ നമ്മുടെ നാടുകളിൽ നോക്കിയാൽ കാണുന്ന ഒരു സംഗതിയാണ്, എന്താണോ നസ്രാണികളായ ആളുകൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൊണ്ടാടുന്നത് പോലെ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടും. അവർ എങ്ങനെയാണോ അതിനുവേണ്ടി ഒരുങ്ങുന്നത് അതുപോലെ നമ്മൾ ഒരുങ്ങാം എന്ന് പറഞ്ഞാൽ അവരുടെ മസ്ജിദുകൾ പിന്നെ അലങ്കാര ബൾബുകളും മറ്റും ഒക്കെ തൂക്കിയിട്ടുകൊണ്ട് എങ്ങനെയാണോ അവർ ചെയ്യുന്നത് അതേ രൂപത്തിൽ, സമാനമായ രൂപത്തിൽ നമ്മളുടെ പിന്നെ മസ്ജിദുകളും നമ്മുടെ പിന്നെ മദ്രസകളും ഒക്കെ എന്ത് ചെയ്യാണ്, ആ രൂപത്തിൽ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവചനം കൂടിയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു പിന്നെ കാലഘട്ടത്തിൽ നിങ്ങളുടെ മുൻഗാമികളായ ജൂത നസ്രാണികളായ ആളുകളെ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റുമെന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ചില ആളുകളൊക്കെ വിചാരിക്കാറുണ്ട്, ഞാൻ ഒന്നിലേക്കുമില്ല, ഞാൻ ഒന്നും പഠിക്കാനില്ല, ഞാൻ ഒന്നിലേക്കും നിൽക്കുന്നില്ല, ഞാൻ ഒന്നിലോട്ട് സഹകരിക്കുന്നില്ല. അങ്ങനെ നിൽക്കാനും പറ്റില്ല. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലക്കും അറിവ് കരസ്ഥമാക്കാൻ നമുക്ക് എല്ലാ സംവിധാനങ്ങളുള്ള കാലമാണ്. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളത് തന്നെ അവനെ ഇബാദത്ത് ചെയ്യാനും അവനെ തിരിച്ചറിയാനും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യാനും പഠിക്കാനും ഒക്കെയാണ്. അതിനൊന്നും നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് വലിയ നന്ദികേടാവും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.